ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ ആണ്. അതിനു മുമ്പ് നമ്മൾ ചെയിൻ റൂൾസ് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാനുള്ളത് ലീനിയറൈസേഷൻ ആണ്. ലീനിയറൈസേഷൻ ഡെഫിനിഷൻ: ഇഫ് എഫ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈക്വൽ ടു എ, then the approximating function L of x equal to f of a plus f dash a into x minus a is the linearization of f at a. The approximation f of x approximately equal to L of x of f by L is the standard linear approximation of f at a. The point x equal to a is the center of the approximation. എന്ന് പറഞ്ഞ് നമുക്കൊരു കർവിൻ്റെ തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു കർവ് തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ ആണിത്. എൽ ഓഫ് എക്സിൻ്റെ ഇക്വേഷനാണിത്. ഇവിടെ നമ്മൾ എക്സ് ഈക്വൽ ടു എയിലാണ് അപ്രോക്സിമേറ്റ് വാല്യൂ എടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എക്സ് ഈക്വൽ ടു എ ഇതിൻ്റെ സെൻറ്റർ ഓഫ് അപ്രോക്സിമേഷൻ എന്ന് പറയും. അപ്പോൾ നമ്മൾ ഈ ഫോർമുല ഉപയോഗിച്ചാണ് പ്രോബ്ലം എല്ലാം ചെയ്യുക. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ 1: ഫൈൻഡ് ദ ലീനിയറൈസേഷൻ ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് 1 പ്ലസ് എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു എ, എക്സ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ് തന്നിരിക്കുന്നത് ഇതാണ്. എഫ് ഓഫ് എക്സ് തന്നിരിക്കുന്നത് ഇതാണ്. എ എന്ന് പറഞ്ഞിരിക്കുന്നത് 0 ആണ്. അപ്പോൾ നമ്മൾ ഈ ഫോർമുല ഉപയോഗിക്കണം. അപ്പോൾ ഈ ഫോർമുല ആദ്യം എഫ് ഓഫ് എ കാണണം. അപ്പോൾ എഫ് ഓഫ് എയും കാണണം, എഫ് ഡാഷ് എയും കാണണം. അതിന് ആദ്യം നമ്മൾ എഫ് ഡാഷ് എക്സ് കാണണം. ഇതാണ് എഫ് ഓഫ് എക്സ്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? റൂട്ട് 1 പ്ലസ് എക്സ്. റൂട്ട് എക്സിൻ്റെ 1/2 റൂട്ട് എക്സ് ആണ്. അപ്പോൾ ഇത് വരും 1/2. റൂട്ട് 1 പ്ലസ് എക്സിൻ്റെ എന്തായിരിക്കും? 1/2 റൂട്ട് എക്സ്. എക്സ് എന്ന് പറഞ്ഞാൽ 1 പ്ലസ് എക്സ് ആണ്. ഇൻറ്റു എക്സിൻ്റെ ഡെറിവേഷൻ 1 ആണ്. അപ്പം ഇതിനെ നമ്മൾ ഇങ്ങനെ വരും. അതാണ് എഫ് ഡാഷ് എക്സ്. എഫ് ഡാഷ് എക്സ്, ഇത് എഫ് ഡാഷ് എക്സ്. ദെൻ ഇവിടെ നമ്മൾ എഫ് ഓഫ് 0 കാണണം. എഫ് ഓഫ് എ ആണ് ഇവിടെ ഉള്ളത്. അതിന് എഫ് ഓഫ് 0 കാണുമ്പോൾ എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ എഫ് ഓഫ് 0 1. പിന്നെ നമുക്ക് എഫ് ഡാഷ് എ കാണണം. അപ്പോൾ എഫ് ഡാഷ് 0 കാണണം. ഈ എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ 1/2 കിട്ടും, എഫ് ഡാഷ് 0. എന്നിട്ട് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം എഫ് ഓഫ് 0 1, എഫ് ഡാഷ് 0 എന്തായിരിക്കും? ഹാഫ് ഇൻറ്റു എക്സ് മൈനസ് 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് എക്സ് ബൈ 2. ഇതാണ്. അപ്പം റൂട്ട് 1 പ്ലസ് എക്സിൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ, റൂട്ട് 1 പ്ലസ് എക്സിൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ ഇതാണ്. ഇത് എക്സ് ഈക്വൽ ടു 0യിലാണ്. ഈ എക്സിന് 0യുടെ അടുത്തുള്ള വാല്യൂ കൊടുക്കാൻ പാടുള്ളൂ. എക്സിന് 0യിൽ കൂടുതൽ വലിയ വാല്യൂ കൊടുത്താൽ തെറ്റിപ്പോവും. അപ്പോൾ നമുക്കൊന്ന് അതിൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂസ് ഒന്ന് നോക്കാം. ആദ്യം എക്സിന് ഇതാ റൂട്ട് 1 പ്ലസ് എക്സ് അല്ലേ, റൂട്ട് 1 പ്ലസ് എക്സ്. എക്സിന് നമുക്ക് 0.005 കൊടുക്കുക. അപ്പോൾ ഇത് കിട്ടും 1 പ്ലസ് 0.005. അപ്പോൾ എന്താ? 1 പ്ലസ് എക്സ് ബൈ 2. അപ്പം അപ്രോക്സിമേറ്റ് വാല്യൂ ഇതാണ്. അപ്പോൾ നമുക്ക് സിമ്പിൾ 1 പ്ലസ് എക്സ് ബൈ 2 എന്ന് പറഞ്ഞാൽ എക്സിന് ഇതാണ് വാല്യൂ. അപ്പം 1.00250 അതാണ് നമുക്ക് കിട്ടുന്ന അപ്രോക്സിമേറ്റ് വാല്യൂ. ഇനി 1 പ്ലസ് ഇതാ ഈ വാല്യൂ നമ്മൾ ഡയറക്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ് അല്ല, യഥാർത്ഥ വാല്യൂ ആണെങ്കിൽ ഇതാണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇത്രയേ ഉള്ളൂ. അത് 10⁻⁻5 താഴെയാണ്. ഇനി നമ്മൾ ഈ എക്സിന് അതിലും കുറച്ചുകൂടെ വലിയ വാല്യൂ കൊടുക്കുക. എക്സിന് എന്ത് കൊടുത്തു? 0.05 കൊടുക്കുക. അപ്പം നമുക്ക് എന്ത് കിട്ടും? 1.05 അതാണ് കിട്ടിയത്. അതിൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ 1 പ്ലസ് എക്സ് ബൈ 2. അപ്രോക്സിമേറ്റ് വാല്യൂ ഇതാണ്. ഇതാണ് ട്രൂ വാല്യൂ. ഇത് അപ്രോക്സിമേറ്റ് വാല്യൂ. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? ഇതാണ്. അത് 10⁻³ താഴെയാണ്. ഇനി നമ്മൾ എക്സിന് വേറൊരു വാല്യൂ കൊടുക്കുന്നു, കുറച്ചും കൂടെ വലിയ വാല്യൂ. എക്സിന് കൊടുക്കുന്ന വാല്യൂ 0.2 ആണ്. അപ്പം 1.2 റൂട്ട് 1.2 ആയി.
അപ്പോൾ 1+x/2 ഈ ഫോർമുലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ് വാല്യൂ ഇതാണ് ട്രൂ വാല്യൂ. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടും. ഇത് അപ്രോക്സിമേറ്റ് വാല്യൂ, ഇത് ട്രൂ വാല്യൂ. അത് തമ്മിലുള്ള ഡിഫറൻസ് ഇതാണ്. ഇത് 10⁻²-2 താഴെയാണ്. ഇതാണ് ഈ ഫോർമുല നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് സീറോയ്ക്ക് അടുത്തുള്ള വാല്യൂസിൽ മാത്രമാണ്. ഈ എക്സിന് സീറോയ്ക്ക് അടുത്തുള്ള വാല്യൂ 0.02 0.2 വരെ പറ്റും. ഇനി ഇവിടെ എക്സിന് 2 കൊടുത്താലോ ഈ വാല്യൂ തെറ്റിപ്പോവും. ഈ അപ്രോക്സിമേറ്റ് വാല്യൂ കിട്ടൂല. എക്സിന് 3 കൊടുത്താൽ അവിടെയും കിട്ടൂല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് നമുക്ക് അടുത്ത പ്രോബ്ലത്തിൽ നോക്കാം. Then example 2. Find the linearization of f of x equal to √1 plus x at x equal to 3. നമ്മൾ നേരത്തെ ചെയ്ത് x equal to 0 ഇപ്പോൾ നമ്മൾ x equal to 3 ചെയ്യുന്നത്. അപ്പം നമ്മൾ x equal to 3 നോക്കാം. ആദ്യം നമ്മൾ f3 കാണണം. എക്സിന് 3 കൊടുക്കണം. അപ്പോൾ f3 എന്താ? √4 that is equal to 2. ഇനി f'(x) എത്ര ഏതാണ്? 1/2 ഇതാണ്. f'(x) ഇതാണ് നേരത്തെ. ഇനി x equal to 3 കൊടുക്കുക. അപ്പോൾ 1/4 കിട്ടും. 1/4. എന്നിട്ട് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതാ ഈ 2 f(3) ഇൻറ്റു f'(3) ഇൻറ്റു x - 3. അപ്പം ഇതാണ് കിട്ടുക. അപ്രോക്സിമേറ്റ് വാല്യൂ 5/4 പ്ലസ് x/2 ആണ്. L of x equal to 5/4 പ്ലസ് x/2. ഇതെവിടെയാ? അറ്റ് x equal to 3 നമുക്ക് x equal to 0 എത്ര കിട്ടിയത്? x equal to 0 നമുക്ക് L of x കിട്ടിയത് എത്രയാ? L of x equal to നമുക്ക് നേരത്തെ കിട്ടിയത് 1 പ്ലസ് x/2 ആണ്. 1 പ്ലസ് x/2 ആണ്. L of x equal to 1 പ്ലസ് x/2 ആണ്. ഇപ്പം കിട്ടിയത് 5/4 പ്ലസ് x/2. ഇനി നമുക്ക് x equal to 3 അടുത്തുള്ളൊരു വാല്യൂ ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പം നമുക്ക് എക്സിന് നമുക്ക് കൊടുക്കേണ്ട ഒരു വാല്യൂ ഇത് നമുക്ക് ഈ എക്സിന് 3 അടുത്താണ്. എക്സിന് 3.2 കൊടുക്കാം. എക്സിന് 3.2 കൊടുത്തു. അപ്പോൾ 1 പ്ലസ് √1 പ്ലസ് 3.2 അതിൻ്റെ വാല്യൂ എത്രയാണ്? 5/4 പ്ലസ് x/2 ആണ്. അപ്പോൾ 3/2/4 ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഇതാ കിട്ടി 2.050. ഇതാണ് അപ്രോക്സിമേറ്റ് വാല്യൂ ആണിത്. √1 പ്ലസ് എക്സിൻ്റെ ഈ ലീനിയറൈസേഷൻ ഉപയോഗിച്ച് കിട്ടിയപ്പോൾ അപ്രോക്സിമേറ്റ് ചെയ്ത് വാല്യൂ 2.050. ഇനി നമ്മൾ ഡയറക്റ്റ് ചെയ്ത് നോക്കാം. √4.2 ഡയറക്റ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് കിട്ടുന്നത് ഇതായിരിക്കും കിട്ടുക. ഡയറക്റ്റ് ചെയ്ത് നോക്കിയാൽ ഈ വാല്യൂ ആണ് കിട്ടുക. അപ്പം ഇത് അപ്രോക്സിമേറ്റ് വാല്യൂ. ഇത് ഡയറക്റ്റ് ചെയ്ത് നോക്കിയാൽ നമ്മൾ കാൽക്കുലേറ്ററോ കമ്പ്യൂട്ടറിലോ ഡയറക്റ്റ് ചെയ്ത് നോക്കിയാൽ അല്ലെങ്കിൽ നമ്മൾ മാത്തമാറ്റിക്കലായിട്ട് ചെയ്ത് നോക്കിയാൽ കിട്ടുന്ന വാല്യൂ ആണ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? ലെസ് ദാൻ 1/1000 ആണ്. 1/1000 താഴെയായിരിക്കും ഇത് തമ്മിലുള്ള ഡിഫറൻസ്. ഈ ട്രൂ വാല്യൂവും അപ്രോക്സിമേറ്റ് വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസ്. ഈ ഫോർമുല നമ്മൾ ഇപ്പോൾ കിട്ടിയ ഫോർമുല ഈ ഫോർമുല വെച്ച് ചെയ്യുമ്പോൾ നേരത്തെ വെച്ച ഫോർമുല വെച്ച് നോക്കുകയാണെങ്കിലോ ഇത് 0 കിട്ടിയ ഫോർമുലയാണ്. 0 കിട്ടിയ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. 1 പ്ലസ് x/2 അപ്പോൾ കിട്ടുന്നത് 2.6 ആണ്. ഇതാണ് ട്രൂ വാല്യൂ. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം 25% വരും. അപ്പോൾ നമുക്ക് എവിടെയാണോ സെൻറ്ററിൻ്റെ അടുത്ത് ഉള്ള വാല്യൂസിൽ മാത്രമേ ഈ അപ്രോക്സിമേറ്റ് വാല്യൂ കിട്ടുള്ളൂ. 0 ഈ വാല്യൂ ചെയ്യണം, 3 ഈ ഫോർമുല ചെയ്യണം, 3 ഈ ഫോർമുലയാണ് ചെയ്യേണ്ടത്. ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഇത് കണ്ടോ? ഇതാണ് അതിൻ്റെ ഗ്രാഫ്. ഇത് 0 ടാൻജൻറ്റ് കർവ്. ഈ ടാൻജൻറ്റിലാണ് 0 നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യുന്നത്. ഈ ടാൻജൻറ്റ് ലൈൻ ഉപയോഗിച്ച്
ത്രീയിലാകുമ്പോൾ ഈ ടാൻജന്റ് ലൈൻ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. രണ്ട് ടാൻജന്റ് ലൈനാണ് എടുക്കുന്നത്. 0യിൽ അപ്രോക്സിമേറ്റ് ചെയ്യുമ്പോൾ എടുക്കുന്ന ടാൻജന്റ് ലൈൻ ഇത്, 3യിൽ അപ്രോക്സിമേറ്റ് ചെയ്യുമ്പോൾ എടുക്കുന്ന ടാൻജന്റ് ലൈൻ ഇത്. ഇതുണ്ടോ? ഇത് 0യിൽ അപ്രോക്സിമേറ്റ് ചെയ്യുമ്പോൾ അതിനെ മാഗ്നിഫൈഡ് ഇതാണ്. അപ്പം ഈ കർവും ഈ കർവും ഈ അപ്രോക്സിമേറ്റ് ലൈനും ടാൻജന്റ് ലൈനും കൂടി ഇതുണ്ടോ, ഒന്നായി അപ്രോക്സിമേറ്റ് ഒന്നായി മാറി. ഓക്കെ, നമുക്ക് ഒരു പ്രോബ്ലം കൂടെ ചെയ്യാം. Find the linearization of f of x equal to cos x at x equal to pi by 2. അപ്പോൾ pi by 2ലാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഫോർമുല എന്താ? എഫ് ഓഫ് പൈ ബൈ 2 കാണണം. എഫ് ഓഫ് പൈ ബൈ 2 എന്ന് വെച്ചാൽ കോസ് പൈ ബൈ 2 0 ആണ്. അത് എഫ് ഓഫ് 0 ആണ്. ഇതായത് കിട്ടി. ഇനി എഫ് ഡാഷ് പൈ ബൈ 2 കാണണം. ഇത് എഫ് ഡാഷ് പൈ ബൈ 2. എഫ് ഡാഷ് പൈ ബൈ 2 എന്ന് വെച്ചാൽ ആദ്യം എഫ് ഡാഷ് എക്സ് കാണണം. കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇതാ മൈനസ് സൈൻ എക്സ്. ഇനി എഫ് ഡാഷ് പൈ ബൈ 2 എന്താ? മൈനസ് സൈൻ പൈ ബൈ 2. മൈനസ് സൈൻ പൈ ബൈ 2 എത്രയാണ്? -1 ആണ്. സൈൻ പൈ ബൈ 2 ആണ്, മൈനസ് സൈൻ പൈ ബൈ 2 -1 ആണ്. അപ്പോൾ ഇത് -1 കിട്ടും. ഇൻറ്റു എക്സ് മൈനസ് എ എന്ന് പറഞ്ഞാൽ പൈ ബൈ 2 ആണ്. അപ്പം മൈനസ് എക്സ് പ്ലസ് പൈ ബൈ 2 എന്ന് കിട്ടി. കോസ് എക്സിൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ അറ്റ് എക്സ് ഈക്വൽ ടു പൈ ബൈ 2 കിട്ടിയത് മൈനസ് എക്സ് പ്ലസ് പൈ ബൈ 2 ആണ്. അതാണ് അവിടുത്തെ ടാൻജന്റ് ലൈൻ. ഈ വരച്ചിരിക്കുന്നതാണ് ടാൻജന്റ് ലൈൻ പൈ ബൈ 2. Then in example exercise 1 to 5 find the linearization of L of x at f of x at x equal to a. First problem, f of x equal to x cube minus 2x plus 3 at x equal to 2ലാണ്. അപ്പോൾ ഇതാണ് f of x. f dash x കാണണം. f dash x ഇതാണ്. Then formula L of x equal to f of a, ഇതാണ് എഫ് ഓഫ് എ ആദ്യം എഴുതി. അപ്പോൾ എഫ് ഓഫ് 2ലാണ് പ്ലസ് എഫ് ഡാഷ് 2 ഇൻറ്റു എക്സ് മൈനസ് 2. അപ്പോൾ എഫ് ഓഫ് 2 എന്തായിരിക്കും? ഈ എക്സിന് 2 കൊടുക്കുക. അപ്പോൾ 2 ക്യൂബ് എത്ര? 8 പ്ലസ് 3 11 മൈനസ് 2 ഇൻറ്റു 2 4. 11 മൈനസ് 4 2 7 ആണ്. 7 എഫ് ഓഫ് 2 7. ദെൻ എഫ് ഡാഷ് 2 ഇതിൻ്റെ അകത്ത് നമ്മൾ 2 കൊടുക്കണം. അപ്പോൾ 2 സ്ക്വയർ 4 3 ഇൻറ്റു 4 12 മൈനസ് 2 10. അപ്പം ഇവിടെ 10 കിട്ടി. 10 ഇൻറ്റു എക്സ് മൈനസ് 2 പ്ലസ് 7. അതാണ് എൽ ഓഫ് എക്സ്. ദാറ്റ് ഈസ് എൽ ഓഫ് എക്സ് ഈക്വൽ ടു 10x മൈനസ് 13 അറ്റ് എക്സ് ഈക്വൽ ടു 3. അതാണ് അപ്രോക്സിമേറ്റ്. ദെൻ അടുത്തത് എൽ ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 9 അറ്റ് എ ഈക്വൽ ടു -4. അപ്പോൾ ഇതാണ് എഫ് ഓഫ് എക്സ്. റൂട്ട് എന്നുള്ളത് നമ്മൾ എക്സ് സ്ക്വയർ പ്ലസ് 9 ഇൻറ്റു 1 ഹോൾ ടു 1/2. അതിൻ്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സിന് മുകളിൽ പോകുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 9 ഇൻറ്റു ചെയിൻ റൂൾ അനുസരിച്ച് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് അത് 2x. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവാണ് ഈ എഴുതിയിരിക്കുന്നത്. മാറിപ്പോരുത്. ആദ്യം ചെയിൻ റൂൾ ഉപയോഗിച്ച് എക്സ് സ്ക്വയർ പ്ലസ് 9 ടു ദ പവർ ഓഫ് ഹാഫിൻ്റെ ഡെറിവേറ്റീവ് ഇതാണ് ഡെറിവേറ്റീവ്. ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x അതെഴുതി. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ ഇതാണ് എഫ് ഡാഷ് എക്സ്. എഫ് ഡാഷ് എക്സ് ഇതാണ് എഫ് ഡാഷ് എക്സ്. ദെൻ എൽ ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഡാഷ് -4. ഇതാ ഈ എക്സിന് -4 കൊടുക്കുക. അപ്പം -4 കൊടുക്കുക. അപ്പോൾ -4 ഇതാ എഫ് -4 ബൈ എക്സ് സ്ക്വയറിന് -4 കൊടുത്താൽ 25. 16 പ്ലസ് 9 25 റൂട്ട് 25 ഇൻറ്റു എക്സ് പ്ലസ് 4 പ്ലസ് എഫ് ഓഫ് -4. ഇതാ ഈ എക്സിന് -4 കൊടുത്തു കഴിഞ്ഞാൽ -4 സ്ക്വയർ 16 പ്ലസ് 9 25 റൂട്ട് അത് 5. അപ്പം ഇതാണ് കിട്ടിയത്. ദാറ്റ് ഈസ് എൽ ഓഫ് എക്സ് ഈക്വൽ ടു ദിസ് അറ്റ് എക്സ് ഈക്വൽ ടു -4. വളരെ സിമ്പിളാണ്. ദെൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1/x എ ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ഇതാണ് എഫ് ഓഫ് എക്സ്.
1ൻ്റെ ഡെറിവേറ്റീവ് 1, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, 1/xൻ്റെ ഡെറിവേറ്റീവ് മൈനസ് എക്സ് ടു പവർ മൈനസ് 2. അപ്പോൾ ഇതാണ് ഡെറിവേറ്റീവ് എഫ് ഡാഷ് എക്സ്, ഇത് എഫ് ഓഫ് എക്സ്, ഇത് എഫ് ഡാഷ് എക്സ്. എന്നിട്ട് എഫ് ഓഫ് 1 എന്തായിരിക്കും? 1 + 1/1, ദറ്റ് ഈസ് 1 പ്ലസ് ദറ്റ് ഈസ് എഫ് ഓഫ് 1 ഈക്വൽ ടു 2. എഫ് ഓഫ് 1 ഈക്വൽ ടു 2. ഇനി എഫ് ഡാഷ് 1 എന്തായിരിക്കും? എക്സിന് 1 കൊടുത്താൽ 1 - 1 0 ഇൻറ്റു എക്സ് മൈനസ് 1. അപ്പം ആൻസർ 2 കിട്ടി. ദെൻ നെക്സ്റ്റ് പ്രോബ്ലം, എഫ് ഓഫ് എക്സ് ഇക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് എക്സ് അറ്റ് എ ഈക്വൽ ടു -4. അപ്പോൾ എഫ് ഓഫ് എക്സ് ഇക്വൽ ടു എക്സ് ടു പവർ 1/3. ഇതിന് ഡെറിവേറ്റീവ് എഫ് ഡാഷ് എക്സിൻ്റെ എഫ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇതാണ് 1/3 എക്സ് ടു പവർ 2/3. എക്സ് ടു പവർ 1/3 ഡെറിവേറ്റീവ് ആണിത്. ഇനി എൽ ഓഫ് എക്സ് ഇക്വൽ ടു എഫ് ഡാഷ് ഓഫ് -8. അപ്പം ഇവിടെ നമ്മൾ ഈ എക്സിന് -8 കൊടുക്കുക. -8ൻ്റെ ക്യൂബ് റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -2 ആണ്. -2 ആണ്, അത് മറന്നു പോകരുത്. ക്യൂബ് റൂട്ട് -2 ആണ്. അപ്പോൾ -2 ആണ്. അപ്പം എഫ് ഓഫ് -8 എന്ന് പറയുന്നത് -2 ആണ്. ദെൻ എഫ് ഡാഷ് ഓഫ് -8, എഫ് ഡാഷ് ഓഫ് -8. അപ്പം -8ൻ്റെ ഇവിടെ -8 കൊടുക്കുക. -8 എഫ് ഡാഷ് ഓഫ് -8, എക്സ് -8 ആകുമ്പോൾ അതിൻ്റെ ക്യൂബ് റൂട്ട് -2, അതിൻ്റെ സ്ക്വയർ 4 × 3 12, ആ 12 ആണ്. ഇൻറ്റു എക്സ് -8 എക്സ് + 8. അപ്പോൾ ഇത് കിട്ടി. ഇത് നിങ്ങൾക്ക് ഇത് വെച്ചിട്ടാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതാണ് ആൻസർ കിട്ടിയത്. ദെൻ എഫ് ഓഫ് എക്സ് ഇക്വൽ ടു ടാൻ എക്സ് അറ്റ് എ ഈക്വൽ ടു പൈ. അപ്പോൾ ഇതാണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ടാൻ എക്സ് ആണ്. ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് സീക്കൻഡ് സ്ക്വയർ എക്സ് ആണ്. അപ്പോൾ എൽ ഓഫ് എക്സ് എഫ് ഓഫ് പൈ എന്ന് വെച്ചാൽ ടാൻ പൈ എത്രയായിരിക്കും? 0. ദെൻ എഫ് ഡാഷ് പൈ എന്ന് പറഞ്ഞാൽ എന്താ? സീക്കൻഡ് സ്ക്വയർ പൈ. സീക്കൻഡ് പൈ എന്ന് പറഞ്ഞാൽ -1 ആണ്, അതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. അപ്പോൾ 1 ഇൻറ്റു എക്സ് മൈനസ് പൈ. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടി? എക്സ് മൈനസ് പൈ എന്ന് കിട്ടി. ഇതാണ് എക്സ് മൈനസ് പൈ എന്ന് കിട്ടി. നെക്സ്റ്റ്, യൂസ് ദ ലീനിയർ അപ്രോക്സിമേഷൻ 1 + x to k equal to 1 + kx. Find an approximate for the function f of x near 0. 0യിൽ നമ്മൾ നേരത്തെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു √1 + x. √1 + x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 1 + x⁻² അറ്റ് എക്സ് ഈക്വൽ ടു 0യിൽ ചെയ്തപ്പോൾ എന്താ? ഇതിൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ എത്രയാ? 1 + ½ x ആണ്. അതാ ഇവിടെ ഹാഫ് ആണെങ്കിൽ ഈ ഹാഫിൻ്റെ സ്ഥാനത്ത് നമ്മൾ കെ കൊടുത്തു. അപ്പോൾ എന്താ? ഈ ഇവിടെ കെയുടെ സ്ഥാനത്ത് ഹാഫ് ആകുമ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയത് ഇത്. ഇനി കെയുടെ ഹാഫിൻ്റെ സ്ഥാനത്ത് കെ ആണെങ്കിൽ 1 + ½ x എന്നുള്ളത് kx ആയി. ഇതാണ് അപ്രോക്സിമേറ്റ് വാല്യൂ. അപ്പോൾ ഇത് വെച്ചിട്ട് ഇതാണ് ഫോർമുല. ഈ ഫോർമുല ഉപയോഗിച്ച് ഈ പ്രോബ്ലം ഒക്കെ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 1 + x⁻k equal to അപ്രോക്സിമേറ്റ് ഈക്വൽ ടു 1 + kx. അപ്പോൾ ആദ്യത്തെ വാല്യൂ 1 - x⁻6 ആണ്. ഇവിടെ കെയുടെ സ്ഥാനത്ത് 6 ആണ്. അപ്പം 1 + kx. എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ എന്താ? -x. കെയുടെ സ്ഥാനത്ത് 6. അതാണ് ഇവിടെ x ആണ്, ഇവിടെ അത് -x ആണെന്ന് മാത്രം. അപ്പം ഇവിടെ -x, ഇവിടെ ഈ എക്സിൻ്റെ സ്ഥാനത്ത് -x കൊടുക്കണം. 1 + -x⁻6 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 + k. കെയുടെ സ്ഥാനത്ത് kx. 1 + kx. അപ്പോൾ കെയുടെ സ്ഥാനത്ത് 6 ആണ്, എക്സിൻ്റെ സ്ഥാനത്ത് -x ആണ്. അപ്പോൾ 1 - 6x. വളരെ സിമ്പിളാണ്. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇനി അടുത്ത പ്രോബ്ലം ഇതാണ്.
ദിസ് 1. അപ്പോൾ ഇവിടെ കെയുടെ സ്ഥാനത്ത് എന്താ? -1. കെയുടെ സ്ഥാനത്ത് -1 ആണ്. കെയുടെ സ്ഥാനത്ത് -1. എക്സിൻ്റെ സ്ഥാനത്ത് എന്താ? -x ആണ്. -x. ഈ 2 അതുപോലെ തന്നെ എഴുതി. അപ്പം 1 പ്ലസ് കെ -1 ആണ്. എക്സിൻ്റെ സ്ഥാനത്ത് -x ആണ്. അപ്പോൾ നമുക്ക് കിട്ടി, എന്ത് കിട്ടി? 2 + 2x എന്ന് കിട്ടി. 2 + 2x ഇതാ കിട്ടിയത്. f(x) അപ്പം ഇതിൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ 2 + 2x ആണ്. ഇതിൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ 1 - 6x ആണ്. ഇത് at x = 0 ദെൻ നെക്സ്റ്റ് പ്രോബ്ലം. f(x) 1 ഇത് നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലം തന്നെയാണ്. ഇത് നേരത്തെ ചെയ്ത പോലെ പ്രോബ്ലമാണ്. 1 + x⁻⁻⁻. -½ ആണ്. സോറി, ഇവിടെ എക്സിന് കെക്ക് പകരം -½ ആണ്. ഇത് -½ ആണ്. നമ്മൾ ചെയ്തത് +½ വെച്ചിട്ടാണ്. അപ്പോൾ 1 - kx. കെയുടെ സ്ഥാനത്ത് -½ 1 - kx. ദെൻ നെക്സ്റ്റ് പ്രോബ്ലം ഇതാണ്. ഇതിൻ്റെയാണ് അബൌട്ട്. അപ്പോൾ ഇതിങ്ങനെ എഴുതി. ഇത് അതുപോലെ തന്നെ എഴുതി. ഇവിടെ 1 + x⁻k. k എന്ന് പറയുന്നത് ഇവിടെ k എന്ന് പറഞ്ഞ ഹാഫാണ്. k എന്ന് പറയുന്നത് ഹാഫാണ്. അതിവിടെ എഴുതി. എക്സിൻ്റെ സ്ഥാനത്ത് x²/2 ആണ്. അപ്പോൾ നമ്മൾ റൂട്ട് അവിടെ ഇതുപോലെ എഴുതി, റൂട്ട് അത് അതുപോലെ തന്നെ എഴുതി. പിന്നെ 1 + 1 + k 1/2 ആണ്. 1 + k x x²/2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? √2 × 1 + x²/4 ഇതാണ് കിട്ടിയത്. അപ്പോൾ ഇവിടെ നമ്മൾ ലീനിയറൈസേഷൻ നിർത്തുകയാണ്. ഇനി അടുത്ത നമ്മൾ ചെയ്യാനുള്ളത് കോൺകേവിറ്റിയാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.